അപകടങ്ങളിൽ ശരീരഭാഗങ്ങൾ അറ്റുപോകുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് പാനിക്കാവാതിരിക്കുക. അപകടത്തിൽ അറ്റുപോയ ഭാഗത്തിന് തൊട്ടു മുന്നേ അമർത്തി പിടിച്ചിട്ട് ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് എലിവേറ്റ് ചെയ്ത് പിടിക്കുക, സഹായത്തിനായി വിളിക്കുക. സഹായത്തിനായി എത്തുന്ന ആദ്യം ചെയ്യേണ്ടത് പേഷ്യൻ്റെ രക്തസ്രാവം നിർത്തുക എന്നുള്ളതാണ്. അതിനായി തോർത്ത്, ചുരിദാറിൻ്റെ ഷോൾ, മുണ്ട് കീറിയത് തുടങ്ങിയവ ഉപയോഗിക്കുക. മുറിവിൻ്റെ തൊട്ട് മുകളിലായി ടൈറ്റായി ഇത് കെട്ടുക. ബ്ലീഡിങ് നിൽക്കുന്നത് വരെ ഇത് ടൈറ്റാക്കുക. അതിനുശേഷം അതിനോടൊപ്പം മുറിവും ടൈറ്റായി കെട്ടുക. അതിനുശേഷം അറ്റുപോയ ഭാഗം ശ്രദ്ധയോടെ എടുത്ത് ടാപ്പ് വാട്ടറിൽ കഴുകി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒരു തുണിയിലോ പൊതിഞ്ഞ് പേഷ്യൻറ്റിനോടൊപ്പം സേഫായി ഉടനടി ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതിനിടയിൽ പേഷ്യൻറ്റിന് കട്ടിയാഹാരമോ അമിതമായ വെള്ളമോ കൊടുക്കാൻ പാടില്ല. ആംപുട്ടേഷനായ പേഷ്യൻ്റ് ആദ്യമായി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫോ അല്ലെങ്കിൽ പാരാക്ലിനിക്കൽ സ്റ്റാഫോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് വരുമ്പോൾ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണം. ഐ ഫ്ലൂയിഡോ മറ്റോ സ്റ്റാർട്ട് ചെയ്ത് പേഷ്യൻ്റെ വൈറ്റൽസ് നോക്കി പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മുറിവുള്ള സ്ഥലത്തെ രക്തസ്രാവം നിർത്തുക എന്നുള്ളതാണ് അടുത്തമായി ചെയ്യേണ്ടത്. അഥവാ പ്രഷർ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ കംപ്രഷൻ ഡ്രസ്സിങ്ങോ കൊടുത്ത് അത് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ടൂർണിക്ക ഉപയോഗിച്ച് ആ രക്തസ്രാവം നിർത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് അറ്റുപോയ ഭാഗം നന്നായി നോർമൽ സലൈനിൽ വാഷ് ചെയ്ത് സലൈൻ സോക്ഡ് ഗോസിൽ ഇതുപോലെ റോൾ ചെയ്ത് ഒരു സ്റ്റെറൈൽ പ്ലാസ്റ്റിക് ബാഗിൽ ഇടേണ്ടതാണ്. പ്ലാസ്റ്റിക് ബാഗിൽ സീൽ ചെയ്തതിന് ശേഷം ഒരു ഐസ് പാക്കോ അല്ലെങ്കിൽ ഐസ് ബോക്സിനുള്ളിൽ ടേപ്പ് ചെയ്ത് നമ്മൾ ഐസ് ബോക്സിനുള്ളിൽ വെക്കേണ്ടതാണ്. അഥവാ ഐസ് ബോക്സ് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിലോ അല്ലെങ്കിൽ താഴത്തെ ഭാഗത്തിൽ വെക്കേണ്ടതാണ്, ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ ഈ ആംപുട്ടേഷൻ്റെ സർജറീൻ്റെ സക്സസ് ഏറ്റവും അധികം 4 to 6 hours ചെയ്താലാണ്. അപ്പോൾ നിങ്ങളെ സൈഡിൽ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക.